2003 ദീപാവലിക്ക് കുറച്ച് സിനിമകൾ തിയേറ്ററുകളിലെത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് വിക്രമും സൂര്യയും ഒരുമിച്ച് അഭിനയിച്ച പിതാമകൻ എന്ന് പറഞ്ഞ സിനിമ. അന്ന് സൂര്യയും ഒരു കാക്ക കഴിഞ്ഞ് നിൽക്കുന്നു. കാക്ക കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് റിലീസാണ് സൂര്യയുടെ. അപ്പോൾ ബാല എന്ന് പറയുന്നത് വിക്രമിനെ തന്നെ ഒരു സ്റ്റാറാക്കി മാറ്റിയ സേതു എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ബാലയുടെ പിതാമകൻ വിക്രമും സൂര്യയും അഭിനയിക്കുന്നു. ഇപ്പുറത്ത് വിജയുടെ തിരുമലൈ എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നെ അജിത്തിന്റെ ആഞ്ജനേയ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ആക്ഷൻ കിങ് അർജുൻ്റെ ഒട്രൻ. ഇങ്ങനെ 4 സിനിമകളാണ് ആ ദീപാവലി സീസണിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഇതിൽ പിതാമകനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അന്ന് വിക്രമായാലും സൂര്യ ആയാലും ബാല എന്ന് പറഞ്ഞൊരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗുരുസ്ഥാനീയനാണ്. അങ്ങനെ ബാലയ്ക്ക് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച്. എനിക്ക് തോന്നുന്നു അതിന് ശേഷമൊന്നും പിന്നെ സൂര്യയും വിക്രമൊന്നും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. ആ സിനിമ ഇളയരാജയുടെ മ്യൂസിക് നമുക്കറിയാം, നാഷണൽ അവാർഡ് കിട്ടി. വിക്രമിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. കുറേ അതിൻ്റെ ഇളയരാജയ്ക്കും എന്തൊക്കെയോ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു കമേഴ്ഷ്യൽ സിനിമയല്ല, എന്നാൽ അത് സക്സസ് തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഞെട്ടിച്ച ഒരു വിജയം എന്ന് പറയുന്നത് വിജയുടെ തിരുമലയായിരുന്നു. അന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിജയ് കുറച്ച് പരാജയങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. പക്ഷെ വിജയിനെ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വിജയുടെ ഒരു മാറ്റം നമുക്ക് പിന്നീട് വന്ന ഗില്ലി ആയാലും തിരുപ്പാച്ചി ആയാലും ശിവകാശി മുതലുള്ള സിനിമകളുടെ ഒരു തുടക്കം കുറിച്ചൊരു സിനിമ എന്ന് പറയുന്നത് തിരുമലയായിരുന്നു. ആ ഒരു സിനിമയിൽ വിജയുടെ അതുവരെയുള്ള ലുക്കൊക്കെ നമുക്കറിയാം, മീശം വെച്ചിട്ടുള്ള ഒരു ലുക്കാണ്. പക്ഷെ അതിൽ വിജയ് മീശയൊക്കെ ട്രിം ചെയ്ത് ചെറിയൊരു കുറ്റിത്താടി പോലെയൊക്കെ വെച്ചിട്ട്, അതായത് പിന്നീട് കുറേ വർഷം വിജയ് മെയിൻറ്റെയിൻ ചെയ്തു പോയ ഒരു ലുക്കാണ്. ആ ലുക്കിൻ്റെ തുടക്കം തിരുമല എന്നുള്ള സിനിമയാണ്.